ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. പട്ടേരിപ്പാട് സമർപ്പിച്ച ആ സ്തോത്രകാവ്യത്തെയാണ് നാം നാരായണീയ മധുരമായി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ആ സ്തോത്രകാവ്യം, അതിൽ ഇന്ന് 34-ാമത്തെ ദിവസം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. 4-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നെ അതിനെക്കുറിച്ചുള്ള പ്രഭാഷണം, വീണ്ടും ശ്ലോകം ചൊല്ലി തുടർന്ന് ശ്രീഹരിയം പാടി നമുക്ക് സമർപ്പിക്കാം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേ മധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. തേ അസ്ഫുടാവപുഷി. ആരാണ്? വയം, ഞങ്ങൾ, അടിയങ്ങൾ, ഗുരുവായൂരപ്പ അവിടുത്തെ അസ്ഫുടേ വപുഷി, സ്ഫുടമല്ലാത്ത സ്പഷ്ടമല്ലാത്ത ആ സ്വരൂപത്തിൽ പ്രയത്നതഃ ധിഷണാം മുഹു ധാരയേമ, പ്രയത്നിച്ചുകൊണ്ട്, വളരെ പണിപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ധിഷണാം, ഞങ്ങളുടെ ബുദ്ധിയെ, മുഹു വീണ്ടും വീണ്ടും, ധാരയേമ ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം. ഭവത് അംഘ്രി ചിന്തകാഹ, അവിടുത്തെ തൃപാദങ്ങളെ ചിന്തിക്കുന്ന അടിയങ്ങൾ, വയം. തേനാ ഭക്തിരസം അന്തഃ, ആ ഭക്തിയാനന്ദത്തെ ധാരണാപരിശീലനം കൊണ്ട്
ഭക്തിയാനന്ദത്തെ ആർദ്രതാം ഉദ്വഹമേ, ആർദ്രതാം ച ഉദ്വഹമേ, ആ ഭക്തിയാനന്ദവും ഹൃദയാർദ്രീഭാവവും ഞങ്ങൾ പ്രാപിച്ചോളാം, ഞങ്ങൾ നേടിയെടുത്തോളാം. ഇവിടെ ധ്യാനയോഗത്തിലെ അഷ്ടാംഗയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ യമം, നിയമം, ആസനം എന്നീ 3 യോഗാംഗങ്ങളെ രണ്ടാമത്തെ ശ്ലോകത്തിലും തുടർന്ന് പ്രാണായാമം, പ്രത്യാഹാരം എന്നിങ്ങനെയുള്ള 2 ആ യോഗാംഗങ്ങളെ 3-ാമത്തെ ശ്ലോകത്തിലും അനുസ്മരിച്ചു. ഇപ്പത് 4-ാമത്തെ ശ്ലോകത്തിൽ ധാരണ എന്ന യോഗാംഗത്തെ പ്രതിപാദിക്കുന്നു. അങ്ങനെ 6 യോഗാംഗങ്ങളെ പറഞ്ഞു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. അതാണ് അഷ്ടാംഗയോഗം. അപ്പൊ അതിൽ ധാരണയെക്കുറിച്ചാണ്. ധാരണ എന്ന യോഗാംഗം മുഹുർമുഹു, വീണ്ടും 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 ചെയ്യാം. അങ്ങനെ വരുമ്പോഴാണ്, എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാലാണ് അതിലേക്ക് താല്പര്യം വരിക. അപ്പൊ ഇന്ദ്രിയങ്ങളെ കാമക്രോധാദി ദോഷങ്ങളിൽ നിന്ന് അകറ്റി ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച്, അതിനാണ് പ്രത്യാഹാരം എന്ന് പറയുക. അങ്ങനെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി അന്തർമുഖമാവുക, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് തിരിയുക. ആ സന്ദർഭത്തിലാണ് ധാരണ എന്ന തലത്തിലേക്ക് ഒരു ഉപാസകൻ എത്തുന്നത്. അപ്പൊ ഈ രീതിയിൽ ഭഗവാനെ അഷ്ടാംഗ യോഗത്തിലൂടെ ഭജിക്കണു എന്ന് കാണിക്കുന്നു. ഭക്തി, രസം, ആർദ്രത, ഇതൊക്കെ ഒരു ഭക്തന്റെ ലക്ഷണങ്ങളായിട്ട് സജ്ജനങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ഈ ശ്ലോകത്തോടുകൂടി ഇന്ന് നമ്മൾ സമർപ്പിക്കുകയാണ് ശ്ലോകം. അതിനുശേഷം ശ്രീഹരിയ പരിഭാഷ. ശ്ലോകത്തിന് മുമ്പായി മറ്റൊരു കാര്യം കൂടി ഭക്തജനങ്ങളെ അറിയിക്കട്ടെ. മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ഈ വരുന്ന മാർച്ച് 9-ാം തീയതി മുതൽ 15-ാം തീയതി വരെയുള്ള ദിവസങ്ങളിലായി ഭഗവാന്റെ ദിവ്യമായ ദ്വാരകയിലേക്കും അതേപോലെ വിവിധങ്ങളായ ഗുജറാത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും ചരിത്ര പ്രാധാന്യവും ഭക്തി നിർഭരവുമായ സ്ഥലങ്ങളിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. എൻ്റെ കൂടെ ആ യാത്രയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള നമ്പറിൽ വിളിക്കുക. എന്നെയല്ല വിളിക്കേണ്ടത്, പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അത് താല്പര്യമുള്ള ആളുകൾ ഉടനെ തന്നെ, ഒട്ടും തന്നെ വൈകാതെ, യാത്രയ്ക്ക് വിമാന ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യേണ്ടുന്ന സമയമാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ താല്പര്യമുള്ള ആളുകൾ ഈ നമ്പറിൽ വിളിച്ച് അവരോട് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് താല്പര്യമുണ്ടെങ്കിൽ അതിൽ പങ്കുചേരാമെന്ന് കൂടി അറിയിക്കുന്നു. താല്പര്യമുള്ള ആളുകൾ ഒട്ടും തന്നെ വൈകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നെ ഇക്കാര്യത്തിലായിട്ട് വിളിക്കേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു. ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇനി നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അസ്ഫുടേ വപുഷിതേ പ്രയത്നതോ ധാരയേ മധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്തരാർദ്രതാമുദ്വഹേമ ഭവദംഘ്രി ചിന്തകാ. നാരായണ 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 രാധാഗോവിന്ദ. അസ്പഷ്ടമാം ഭഗവാന്റെ അദ്ഭുതരൂപത്തിലെന്നും ആസക്തിയും അതിനായി ശക്തിയും വേണം. അംബുജസമാനമാം നിൻ പാദങ്ങളെ ചിന്തിക്കുമ്പോൾ ഭക്തിയും ചിത്താർദ്രതയും വന്നിടും നൂനം. നാരായണ 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 നാരായണ
നാരായണ നാരായണ ശ്രീവാതനാഥ. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. നാരായണീയമാകുന്ന ഭക്തിസാഗരത്തിൽ മുങ്ങി ശ്രീഹരിയമെന്ന കല്ലു തപ്പിയെടുത്തു. മുത്തും പവീഴവും പോലെ ഭക്തിപൂർവം ഞാനീ കല്ലും മുരഹരി പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്റെ വികൃതിയെ കൃതിയാക്കി മാറ്റുന്നോരാ വികൃതി തൻ വികൃതിക്കായി കാത്തിരിപ്പൂ ഞാൻ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം.